ഒരു ഈച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ. നീ ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇതെന്തുവാടാ ഇത്? ഏത് കാലത്തെയാടാ ഇത്? അതങ്ങനെ ഞാൻ ഗ്ലാസ്സിലൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഇവിടെ വെക്കാൻ മറന്നു. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്റെ പഴയ വീഡിയോസ്. അപ്പൊ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ പ്രൈവറ്റിലും അൺലിസ്റ്റഡിലും കിടക്കുന്ന കുറെ അധികം വീഡിയോസ് ഉണ്ട്. അതൊക്കെ ഞാൻ വെളി വിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ഈച്ച എനിക്ക് വലിയ ശല്യമാകുന്നുണ്ട്. നീ റിയാക്ട് ചെയ്യണ്ട, ഈച്ച ഓടിക്കുക കേട്ടോ. ഞാൻ വീഡിയോ എടുക്കട്ടെ. ഇതിനകത്ത് ഒരുപാടധികം വീഡിയോസ് ഉണ്ട്, പക്ഷെ ഇത് ഞാൻ ഇങ്ങനെ ഓടിച്ചേ കാണത്തുള്ളൂ. നിങ്ങൾ ആരും അതങ്ങനെ കാണണ്ട. ആദ്യം നമുക്ക് ഈസി ലെവലിൽ നിന്ന് ഹാർഡ് ലെവലിലേക്ക് പോകാം. ടിക്ടോക്ക് ഈസ് ബാക്ക്. എള്ളോളം തിരിച്ചു വന്ന് ടിക്ടോക്ക് റാസ്റ്റ് സോളോ വൈനർ. അന്നത്തെ എന്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ടോ? സീരിയസ്ലി there is no seriousness here. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കുറച്ച് ദിവസം മുമ്പ്, അതായത് ജൂൺ 29 എനിക്ക് സഹിക്കാൻ വയ്യ. ഇതെന്ത് സംഭവിക്കുന്നത്? നമ്മുടെ മോദിജി മൈക്കിന് മുമ്പ് ഒരു കാര്യം പറയുകയുണ്ടായി. ടിക്ടോക്കിന്റെ തലയിൽ പറിച്ചു. അല്ല, അന്ന് ഇങ്ങനൊക്കെ ആയിരുന്നടി. അന്ന് ഇതൊക്കെ കോമഡി ആയിരുന്നടി. ഇപ്പോഴാടി കാലം കുറെ ആയി. 2020 6 വർഷം മുന്നത്തെ വീഡിയോ ഇത്. അത് കഴിഞ്ഞ് കുറെ പേര് യൂട്യൂബിലായി, കുറെ പേര് വേറെ എന്റെ ചെവിയുടെ അവിടെ ഒരു പൊക്കം കണ്ടോ? അറ്റ് ദാറ്റ് ടൈം നോ കലിപ്പന്റെ കാന്താരി, നോ സ്ലോ മോഷൻ, നോ വികൃതമായ മുഖം, നോ ചാടുമ്പോ ഡ്രസ് മാറൽ. നീ ഇതിന്റെ ആളല്ലേ ചാടുമ്പോ ഡ്രസ് മാറുന്നത്? എന്തായാലും ബിസിനസ് എന്തുവാന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ഇൻസ്റ്റാഗ്രാം റീൽസ്, സ്ലോ മോഷൻ തിരിച്ചു വന്നു, വികൃതമായ മോഹൻ തിരിച്ചു വന്നു, കിലിപ്പന്റെ കാന്താരി തിരിച്ചു വന്നു, ഒട്ടുമിക്ക എല്ലാവരും പേരും തിരിച്ചു വന്നു. അതിന്റെ അകത്തുള്ള ഞാൻ തോന്നുന്നു ഞാനും ഇപ്പൊ ഏകദേശം. നീ വണ്ണമുള്ളവരെ കളിയാക്കിയാൽ നിനക്ക് നാളെ വണ്ണം വെക്കും. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ഇത് ഏകദേശം കുറച്ചേറെ പഴയതായി. മുഖമൊക്കെ ചൊട്ടി തുടങ്ങി. ഇപ്പഴും കിളിന്ത് വയ്യന. ഇതൊന്നും മിണ്ടാത്ത എന്നെ കണ്ടിട്ടൊന്നും പറയല്ലേ? പറയണ്ട ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടു. ബാക്ക്ഗ്രൗണ്ടിനകത്ത് ഞാൻ തന്നെ എന്റെ ഒരു ഫോട്ടോ, ഇത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ സാധനമാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇത് കടയിൽ പോയി പ്രിന്റ് എടുത്ത് ഞാൻ തന്നെ കീറി ഒരു പേസ്റ്റ് ബോർഡിൽ ഒട്ടിച്ച് വെച്ചേക്കുക. ഇനി നമുക്ക് ഒറ്റയ്ക്ക് കുറച്ച് കുശലം പറയാം. നമ്മളെല്ലാവരും ദിവസം ഇന്റർനെറ്റ് യൂസ് ചെയ്യാറുണ്ട്. വേണേ അതിൽ നിന്ന് കുറച്ച് പൈസ നമുക്ക് ഉണ്ടാക്കാം. ലെറ്റ്സ് പുട്ട് യുവർ ഇന്റർനെറ്റ് ടു വർക്ക് വിത്ത് ഹണി ഗെയിൻ. നിങ്ങൾ യൂസ് ചെയ്യാത്ത നിങ്ങളുടെ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം. ഊബർ, എയർബിഎൻബി ഒക്കെ പോലെ നിങ്ങളുടെ നെറ്റ്വർക്ക് പേടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ ഡേറ്റാസ് യൂസ് ചെയ്യത്തില്ല. വെബ് സ്റ്റാറ്റിസ്റ്റിക്സ്, ആഡ് വെരിഫിക്കേഷൻ അതുപോലുള്ള സേഫ് ആയിട്ടുള്ള ടാസ്കുകൾക്ക് മാത്രമേ നിങ്ങളുടെ നെറ്റ് യൂസ് ചെയ്യൂ. കുഞ്ഞു എക്സ്പെൻസ് കവർ ചെയ്യാൻ 60 മില്യൺ കൂടുതൽ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ജോലിയായിട്ട് എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ മൂവീസ്, നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ, ചെറിയ സ്നാക്സ് ഒക്കെ മേടിക്കാൻ ഇതിന്റെ കാശം കൊണ്ട് യൂസ് ചെയ്യും. ഇത് ക്വയറ്റ്ലി ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരുന്നു. ഇത് വേണമെന്നുള്ളവർ ക്ലിക്ക് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഓർ കമന്റ് സെക്ഷൻ. രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രൊമോ കോഡ് സോളോ വൈനർ യൂസ് ചെയ്താൽ ഇൻസ്റ്റന്റ് $3 ബോണസ് കിട്ടും. പിന്നെ അതിനകത്ത് ഒരു ലക്കി പോട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അത് സ്പിൻ ചെയ്യുന്ന ഒരു സംഭവം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് $100 വരെ വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പ്രാണികളെ കുറിച്ച് നമ്മുടെ ചാനൽ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഭൂമിയിൽ പിന്നെയും പ്രാണികൾ രൂപം കൊണ്ടുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഈ ചേച്ചിയെ പരിചയപ്പെട്ടോളൂ. ഈ ചേച്ചി ഈ കാലത്തെ പെമ്പിള്ളാർക്ക്, പ്രത്യേകിച്ച് ആരായാലും മേക്കപ്പ് ഇല്ല സിനിമാ ഫീൽഡിൽ പിടിച്ചു നിൽക്കില്ല എന്നുള്ള ഒരു തത്വം പറഞ്ഞ് എല്ലാവരുടെയും കണ്ണ് തുറപ്പിച്ച്. ആ ഷോയിൽ ഇതിനു മുമ്പേ ഫുഡ് അടിയായിരുന്നു, ഇപ്പൊ അവിടെ താളമടിയാ. എന്ന് വെച്ചാൽ ഇന്റർവ്യൂ അല്ല, അന്നും കോമഡി ഒക്കെ ഉണ്ടായിരുന്നുണ്ടോ? ഫുഡ് അടി, താളമടി, റൈമിംഗ് ഒക്കെ ഇടുവായിരുന്നു. ഞാൻ ഇന്റർവ്യൂ എന്താ കോപ്പാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നാ ഒത്തിരി സംസാരിച്ച സമയമൊന്നും കളയുന്നില്ല. ചെറിയ വായില് വലിയ വർത്താനം പറയുമല്ലേ നീ കിടന്നോണ്ട്? അഴുക്കൻ വലിയ താളം അടിക്കുന്നുണ്ട്. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം ഒരു കസേര വെക്കും. അതിന്റെ മണ്ടയ്ക്ക് എന്റെ കുറച്ച് ഡംബലിന്റെ പ്ലേറ്റ് ഉണ്ട്, അത് കയറ്റി വെക്കും. അതിന്റെ മണ്ടയ്ക്ക് ഒരു സെൽഫി സ്റ്റിക്ക് കുത്തി വെക്കും. അതിനകത്ത് ആ ഫോൺ വെച്ചേക്കുന്നത്. എസി കോപ്പൊന്നും ഇല്ല. അന്ന് വേർത്ത് വെട്ടി ഒലിച്ചിട്ട് ആ വീഡിയോ എടുക്കുന്നത്. എന്നിട്ട് തന്നെ പുറകിൽ ഒരു കട്ടിലൊക്കെ ഉണ്ട്. ഇത്ര സ്ഥലം ഒളിങ്ങിയിരുന്ന വീഡിയോ എടുക്കുന്നത്. അതാ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ? ഓണർ 8Xനകത്ത് കെയിൻ മാസ്റ്റർ അങ്ങനെ ആപ്പ് ഉണ്ട്. അതുകൊണ്ട് എഡിറ്റ് ചെയ്തു. ഇരുന്ന് കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഇടുന്നേ. ഇതേ ഡ്രസ് ഇട്ടുകൊണ്ട് ഞാൻ 1000 വീഡിയോ ഇട്ടിട്ടുണ്ട്. മേക്കപ്പ് ചെയ്തില്ല മോളെ? അയ്യോ ചെയ്തിട്ടില്ല. ഇന്റർവ്യൂ ലെജൻഡ്. മോനെ നീ മേക്കപ്പ് ഇടാറുണ്ടോടാ? ഇല്ല, എനിക്ക് അലർജി ഉണ്ട്. അല്ല എന്താ നിനക്ക് മേക്കപ്പ് ഇട്ട? അല്ല എന്താ നിനക്ക് മേക്കപ്പ് ഇട്ടാ എന്താ? അല്ല ചോദിക്കുന്നതിന് ആൻസർ പറ. എന്താ മേക്കപ്പ് ഇട്ടാ എന്താ? സാധാരണ ഏത്
നീ അങ്ങ് ഓവർ സ്മാർട്ട് ആയിരുന്നല്ലേ? ആ ഓവർ സ്മാർട്ട് ഉള്ളോണ്ടാ കേട്ടോ ഇപ്പൊ ഇങ്ങനെങ്കിലും ആയത്, അല്ലായിരുന്നു എവിടെയും ഇരുന്നേനെ. പറഞ്ഞ മനസ്സിലായി. എന്തൊരു ഓവർ സ്മാർട്ട് ആയിരുന്നു നീ. എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ കോമഡി തന്നെ ഇരുന്നിട്ട് ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അത് ചെയ്ത് അത് വലിയ മാസാക്കാൻ? പണ്ടത്തെ തണ്ണയിലൊക്കെ കണ്ടു, അതിനകത്ത് എന്റെ ഫോട്ടോ ഒക്കെ വെച്ചേക്കുന്നുണ്ടോ. എന്താണ് റോസ്റ്റ് വീഡിയോ, എങ്ങനെയാണ് ചെയ്യുക, പഠിപ്പിച്ചു കൊടുക്കുക ആൾക്കാരെ കളിയാക്കാൻ. എന്തോ അവസ്ഥയൊക്കെയാന്ന് പറയാം. കൊച്ചിലോട്ടാ വരാതോ, വലുതായപ്പോ വലിയ വരാതെ, കൊച്ചിന്റെ കുഞ്ഞ വരാതെ. 6 വർഷം മുന്നത്തെ വീഡിയോ. സോളോ ഭയങ്കര ഇൻസ്റ്റാമോഡോ? അയ്യേ, അല്ല അന്ന് അതെന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അന്ന് തോന്നിയതൊക്കെ ഇടും. അന്നത്തെ എന്റെ ചാനലിന്റെ പേര് നിനക്ക് അറിയുമായിരുന്നു. താല എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് മുള്ളമ്പന്നിയെ കൂട്ട്? അയ്യേ, എന്താടി ലുക്കല്ലേ ഞാൻ. അയ്യേ. ആ നേരത്തെ കണ്ട വീഡിയോ ഇതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടല്ലേ. കോസ്റ്റ്യൂമൊക്കെ കണ്ടോ? അപ്പൊ നമുക്കറിയാം ടിക്ടോക്കിൽ ഓരോ സമയം ഓരോ ട്രെൻഡാ. ഇടയ്ക്ക് ഫോൺ അണ്ണാക്കിനകത്ത് കുത്തി കയറ്റി വെച്ച് അറിയുന്നതായിരുന്നു ട്രെൻഡ്. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ചുമ്മാ ഒന്ന് നടന്നിട്ട് സ്ലോ മോഷൻ ആണെന്നും പറഞ്ഞെടുത്തിരുന്നത് ട്രെൻഡ്. എല്ലാ വീഡിയോയിലും അഭിലാഷാജിയായിരുന്നു. അവളത്തോണ്ട് കേട്ടോ പറഞ്ഞേക്കാം. പിന്നെ കുറെ കൂടെ കഴിഞ്ഞ് കണ്ണി കണ്ടെല്ലാം വാരി വലിച്ച് തിന്നുന്നതായി ട്രെൻഡ്. പക്ഷെ എന്തോ പറഞ്ഞാൽ ഈ ട്രെൻഡൊക്കെ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡിനെ ഇവൻ എപ്പോഴും ഇത് കണ്ടോണ്ടാ തിന്നുന്നത്. എന്നിട്ടാ ഇതൊക്കെ കണ്ടോണ്ടാ തിന്നുന്നത്. എന്നാലും ഞാൻ പറയുക, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ അന്നത്തെ എന്റെ മോൻ തമ്മിൽ വ്യത്യാസം ഉണ്ടോ? ഉണ്ടോ? ഒരു തടി വെച്ച് വേറെ വ്യത്യാസമൊന്നുമില്ല. അത് ഓഞ്ഞെടുക്കും. പണ്ടത്തെ എന്റെ പണി ചെയ്തായിരുന്നു. കണ്ട എല്ലാരും പോയി റോസ്റ്റ് ചെയ്യും, വള്ളി പിടിക്കും, തെരുവിളി കേൾക്കും. എന്തോ അവന്റെ ബോള് പൊട്ടിയെന്നോ അങ്ങനെയൊക്കെ ഓരോന്നിടും. അയ്യേ. ഇതൊക്കെ കുറച്ചേറെ പഴയതാ. നീ ജോളോ ചിപ്സ് കഴിച്ചോ? ചോള ചിപ്സ് കഴിച്ചൊന്നുമില്ല. ആരുടെയും കാശുണ്ട് ഇതൊക്കെ മേടിക്കാനായിട്ട്. അതൊക്കെ യൂട്യൂബിൽ കണ്ട കൊതി വിടുന്നതല്ലാതെ നമുക്കൊന്നും മേടിക്കാൻ കാശില്ലായിരുന്നു അന്ന്. അയ്യോ, നിനക്കാണോ ജോളോ ചിപ്സ്? എനിക്കങ്ങും വേണ്ട. ഒത്തിരി നാളെന്ന് പറഞ്ഞാൽ ഏകദേശം 5 മാസത്തോളം എന്നെ അന്ന് കണ്ടിട്ട് ഒരു മുള്ളമ്പന്നിയുടെ ലുക്ക് ഉണ്ടായിരുന്നു. അതല്ലേ ഞാൻ പറഞ്ഞത്, തല എന്താ മുള്ളമ്പന്നി കൊണ്ടിരിക്കുന്നത്. കമന്റ് വരാൻ പോകുന്നത് എന്തുവാന്ന് എനിക്കറിയാം. ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഇല്ല. മുള്ളമ്പന്നി അത് സത്യമല്ലേ? സത്യം അത്. എന്റെ സബ്സ്ക്രൈബേഴ്സ് ഏതാണ്ട് 60%, 80%ഓളം ആൾക്കാർ ഇപ്പൊ ഇന്നാക്റ്റീവ് ആണ്. അവരെല്ലാം ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കണമെങ്കിൽ ഞാൻ പിന്നെ വീഡിയോ ഇട്ടേ പറ്റത്തുള്ളൂ. എനിക്ക് ലാപ്ടോപ്പും കൊണ്ട് ഒരു ഗുണമില്ല. അതുകൊണ്ട് ഞാനിപ്പോ എടാ നീ ഇപ്പോഴും ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? ലാപ്ടോപ്പ് കൊണ്ട് ഒരു ഗുണമില്ല. ഞാൻ തന്നെയല്ലേ നിക്കുന്നത്. സംസാരിക്കുന്നത് ഒരു മാറ്റം ഇത് എന്റെ മോനൊന്നും അല്ല, ഞാനാ ഇതല്ലേ തന്നെ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തോന്നില്ല. അപ്പൊ കേരളത്തിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാലഞ്ചാണ്. ആർക്കറിയാം, പണ്ടുള്ള ആരെങ്കിലും വീഡിയോ ഇട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. ഫസ്റ്റ് ക്യൂ തന്നെയോ. അതൊരു കാറ്റ് മാത്രം വിട്ടു ഇപ്പൊ അതെന്തുവാന്നറിയോ, വെൽക്കം ബാക്ക് ടു അന്ന് യൂട്യൂബേഴ്സ് എല്ലാം സ്വന്തമായിട്ട് യൂണീക്ക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാക്കാൻ നോക്കുമായിരുന്നു. ഞാനപ്പോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. എനിക്കറിയത്തില്ല ഞാൻ എന്തൊക്കെയാ എന്നോട് ചോദിക്കരുത്. ഇല്ല ഇത് കഴിഞ്ഞ് അടുത്ത പാർട്ട് എന്താണെന്നറിയോ, നിന്റെ പഴയ വീഡിയോ ഇടുക കേട്ടോ. എപ്പോഴും ചെയ്യുന്ന വീഡിയോ ആയിട്ടല്ല നമ്മൾ വന്നേക്കുന്നത്. ഞാൻ പണ്ടങ്ങാണ്ട് ഒരു Q&A വീഡിയോ ഇട്ടത് ഓർമ്മയുണ്ടോ? പണ്ട് എപ്പോഴും പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു പണ്ട്. ആ വീഡിയോയുടെ അത് ക്വസ്റ്റ്യൻ ഇടാൻ വേണ്ടി ഇട്ട വീഡിയോ ആയിരുന്നു. അതിന്റെ ആൻസർ ഇത്ര നാളായിട്ട് ഞാൻ അതിന്റെ ആൻസർ പറയുന്ന വീഡിയോ ചെയ്തിട്ട്. ഇപ്പൊ നീ Q&A ഇട്ട് കഴിഞ്ഞാൽ ഇത് തന്നെ, നീ ചോദിക്കുന്ന ക്വസ്റ്റിനുള്ള ആൻസർ നിന്റെ ആ വീഡിയോക്കകത്ത് കാണത്തില്ല. അപ്പൊ ഒത്തിരി സംസാരിച്ച് സമയം കളയുന്നില്ല. നമുക്ക് ഏതാണ്ട് 18 ക്വസ്റ്റ്യൻ ഏതാണ്ട് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. പക്ഷെ കുറച്ചേറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എടുത്തിട്ടുള്ളൂ, 18 വന്നിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ എന്തുവാന്ന് വെച്ചാൽ ഗെയിമർ സജിറ്റ് എന്തൊരു എന്തായാലും പുള്ളി ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ, ഈ ചാനലിന്റെ പേര് എവിടുന്ന് കിട്ടിയതാ? ഓർത്തപ്പ കിട്ടിയതാ. കോമഡി ആലോചിച്ചിരുന്ന് ചളി വാരി എറിഞ്ഞവൻ. യൂട്യൂബിൽ വന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലം അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, യൂട്യൂബിൽ വന്നൊരു പ്രോബ്ലം ഒന്നുമില്ല. അതേ ഉള്ളു സത്യം പറഞ്ഞു. നിന്റെ ഒരു ക്രിയേറ്റിവിറ്റി അന്നും ഇന്നും ഒരുപോലെ തോന്നുന്നു എനിക്ക്. പറയുന്ന രീതിയൊക്കെ കണ്ടോ, ഒരു ഫുൾ നാടകം ഒരു വീഡിയോ കളിച്ചോണ്ടിരിക്കുന്നു. ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഡിങ്ക ആ കമന്റ് ഇടോ. പണ്ട് എന്റെ വീഡിയോയിൽ അങ്ങനെ ആളുണ്ടായിരുന്നു, ഡിങ്കൻ. അപ്പം ഈ കമന്റ് എനിക്ക് വന്നൊരു കമന്റ് ആണ്, ഞാൻ അക്ഷയ് വ്ളോഗറിനെ കൊന്നാലേ എനിക്ക് വ്യൂസ് കിട്ടും. ഒരു അർത്ഥമില്ലാത്ത കമന്റ് ആയി പോയി. പക്ഷേ എനിക്ക് അക്ഷയ് വ്ളോഗറിനെ കൊല്ലണം, എനിക്ക് കൊല്ലണം അക്ഷയ് വ്ളോഗറിനെ, എന്നാലേ എനിക്ക് വ്യൂസ് കിട്ടും. അയ്യോ
ഇത്രയും എഫേർട്ട് ഇട്ടോ നീ ഇട്ടു താൻ അക്ഷയ ബ്ലോഗർ പറഞ്ഞതേ ഉള്ളൂ 3 ദിവസം മുന്നേ വീഡിയോ ഇട്ടോ കൊന്നില്ല കേട്ടോ. ഇതൊക്കെ വിവരക്കേടാ കാണിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം ആ സമയം ഞാന്. പക്ഷെ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞ ആശ്വസിക്കുക അല്ലാണ്ടെന്തോ. അതെ എന്തുവാടാ കാണിക്കുന്നത്? ആർക്കറിയാം. ഈ വള്ളി ഇപ്പോഴും ഉണ്ട്, ആ വള്ളി ഇപ്പോഴും ഉണ്ട്. അതിന്റെ അകത്താ ഞാൻ ക്യാമറ കുത്തിയേക്കുന്നത്. നോക്ക്, ആ വള്ളി ഇപ്പോഴും ആ വള്ളിയുണ്ട്. ക്യാമറ ചാർജ് ചെയ്യുന്നത് അതിന്റെ അകത്താ. ഏറ്റവും വലിയൊരു സംഭവം തോന്നുന്നു, ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ഒരു മനുഷ്യൻ എന്നെ കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യത്തില്ല. പക്ഷെ അത് നാട്ടുകാർ മൊത്തം അവിടെ കണ്ടോണ്ടിരിക്കും. അങ്ങോട്ട് പോകുന്നവര് ഇങ്ങോട്ട് പോകുന്നവര് എത്തി നോക്കുന്ന ഈ ചെറുക്കനെ എന്തുവാ കാണിക്കുന്നത്, ആരുടെ കൊല്ലണമെന്ന് പറയുന്നത്. അത് ആ നാട്ടുകാർ മൊത്തം കാണുക. വണ്ടിയെ പോകുന്നവര് എല്ലാരും ഒരു നാണവും ഇല്ലാതെ അവിടെ നിന്ന് ആ പരട്ട ചെറുക്കൻ ചെയ്യുക ഈ പണി. അപ്പൊ നിങ്ങൾക്ക് അക്ഷയ് വ്ളോഗർ ആരാന്ന് അറിയത്തില്ലെങ്കിൽ അങ്ങനെ കുറച്ച് മിക്കവർക്കും അറിയാം. എന്നാലും ഞാൻ പറയാം, അക്ഷയ് വ്ളോഗർ ആരാന്ന് അറിയത്തില്ലെങ്കിൽ അക്ഷയ് വ്ളോഗർ റോസ്റ്റർ അത് ഞാൻ നിന്ന് തുള്ളുവോ, ഞാൻ അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് നിന്ന് തുള്ളുവോ വീഡിയോ എടുക്കുന്നതിനിടെ. സംഭവം വിചാരം തുള്ളുന്നേ കിടന്നുണ്ട്. എൻഗേജിങ് ആയതാ. ഓഡിയൻസിനെ സംസാരം കൊണ്ട് കറക്കി എടുത്തോണ്ടിരിക്കുവായിരുന്നു. തെറിവിളി അല്ലാതെ വേറെ ഒന്നും ആ കണ്ടില്ലായിരുന്നു. അയ്യോ എന്തോ തെറിയായിരുന്നു അറിയോ. രാവിലെ എണ്ണിക്കുന്നത് കണ്ണുപൊട്ടുന്ന തെറി കേട്ടോണ്ടാ. വീഡിയോസ് റിയാക്ട് ചെയ്യും, മൂവി റിവ്യൂസ് ചെയ്യും, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യും. പക്ഷെ എനിക്ക് അക്ഷയ് വ്ളോഗറിനെ കൊല്ലണം, എനിക്ക് കൊല്ലണം, അക്ഷയ് വ്ളോഗറിനെ കൊല്ലണം, എന്നാലേ എനിക്ക് വ്യൂസ് കിട്ടും. അന്ന് സോളോയിനർ അല്ലായിരുന്നു ഞാൻ. ജൂപ്പിറ്റർ ഫോഴ്സ്. അതെന്തൊരു പേരാ ഞാൻ ഇട്ടെന്ന് എനിക്കറിയത്തില്ല. ചാനലിന് പേരിട്ടേക്കോ, ജൂപ്പിറ്റർ ഫോഴ്സ് എന്ന്. പറയൂ പഴയ എന്നെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞു കേട്ടെ. വളരെയധികം ഓവർ സ്മാർട്ട് ആയ ഒരു കുട്ടിയായിരുന്നു. അതിന്റെ എല്ലാ പിഴവുകളും കാണുന്നുണ്ട്. നീ ഇത്രയും ചെറുപ്പത്തിലെടുത്ത എഫേർട്ടിന് കാണിച്ച ചെറ്റത്തരങ്ങളും കാരണം നീ ഇന്ന് വിജയിച്ചു. അതെ, അതുകൊണ്ട് ഐ എം പ്രൗഡ് ഓഫ് യു മൈ ബോയ്. താങ്ക്സ്. വെരി 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 താങ്ക്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ കാണുന്ന വീഡിയോ കണ്ടോ, ഇവിടെ വരുന്ന ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ വീഡിയോയിൽ പോയിട്ട് എന്തെങ്കിലും ആ വീഡിയോയെ പറ്റി ഒരു അഭിപ്രായം കമന്റ് ഇട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നാൽ അതിലേതെങ്കിലും ഭാഗ്യമുള്ള 3 പേർക്ക് ഞാൻ 1000 രൂപ വെച്ച് വെറുതെ തരാൻ പോവാ. അതുകൊണ്ട് പോയി കമന്റ് ഇട്ടോ. ആ വീഡിയോയെ പറ്റി തന്നെ ഇടണം കേട്ടോ. ടാറ്റാ.